ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാൾവ വ്ളോഗ്സ്. അപ്പോൾ ഗൈസ്, നമ്മൾ ടൂറ് പോവാണ്. 6 മണിക്ക് അവിടെ കോളേജിലേക്ക് പോകും. ഇപ്പം അമ്മ ഹോസ്പിറ്റലിലേക്കാണ് പോണത്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ അമ്മമ്മയുടെ വീട്ടിലേക്ക് വന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഞങ്ങൾ അമ്മമ്മയുടെ വീട്ടിലേക്ക് വന്നു. ഡ്രസ്സൊക്കെ മാറി എല്ലാം കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നു ഗൈസ്. പിന്നെ അമ്മ ടൂറ് വന്ന് കിച്ചു ഇന്നലെ ടൂറ് പോയിട്ടുണ്ട്. കിച്ചു നല്ല ടൂർ പോയി. ഇനി കിച്ചു സൺഡേ അല്ല, സൺഡേ നൈറ്റ് അവനെത്തും. ഞാൻ ഇന്ന് നൈറ്റ് പോവും. ഇന്ന് നൈറ്റ് പോയിട്ട് സൺഡേ പുലർച്ചയ്ക്കാണ് കേട്ടോ എത്തുക. അപ്പോൾ രണ്ടുപേരും സൺഡേ വീട്ടിലും മാളവിനി വാവേനി ശരിക്കും മിസ് ചെയ്യും കേട്ടോ. ശരിക്കും മിസ് ചെയ്യും. 2 ദിവസം ശരിക്കും ഞാൻ അവരെന്നെ അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ നിൽക്കുന്ന ടൈമിൽ അവർ വിട്ടുന്നുണ്ടെന്നല്ലാണ്ട് അവരില്ലാണ്ട് ഞാൻ അങ്ങനെ എവിടേക്കും പോയിട്ടില്ല കേട്ടോ. പക്ഷെ എനിക്ക് അവരെ മിസ് ചെയ്യും. അപ്പോൾ അവരെ അമ്മയുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ടാണ് ഞാൻ പോണത് കേട്ടോ. നേരെ ഞാൻ അച്ഛനെ കണ്ടിട്ട് അച്ഛൻ്റെ അടുത്ത് പോയി അവരെ കുറച്ച് നേരം അവിടെ ഇരുന്ന് 6 മണിക്കാണ് കോളേജിലെത്തേണ്ടത്. അപ്പോൾ ആദ്യം ആശുപത്രി പോയിട്ട് നമുക്ക് പൈസയൊക്കെ കൊണ്ടു കൊടുത്ത് 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ എനിക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കൊണ്ട് കൊടുത്ത് അങ്ങനെ അവിടെ നിന്ന് വന്ന് ഇനി ഞാൻ ഇങ്ങോട്ട് വരില്ല കേട്ടോ. അവരെ കാണാൻ വേണ്ടി ഇനി ഞാൻ വരില്ല. ഇനി ഞായറാഴ്ചയാണ് എനിക്ക് മക്കളെ കാണാൻ പറ്റുള്ളൂ. ഞായറാഴ്ചയാണ് ഇനി കാണാൻ പറ്റുള്ളൂ. അപ്പോൾ വളരെ വായിക്ക് വിഷമമൊന്നുമില്ല. അവർക്ക് ഇപ്പോൾ ഒരു ഫോൺ കിട്ടിയാൽ മതി അല്ലേ. അമ്മ മിസ് ചെയ്യുന്നില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങൾ. അപ്പം ഞാൻ എൻ്റെ കൊടൈക്കനാൽ വ്ളോഗ് വരുന്നുണ്ട്, എല്ലാവരും കാണണം കേട്ടോ. നല്ല അടിപൊളി വ്ളോഗൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. മാളനും മാവേനെയും കൂടി ഞാൻ ഞങ്ങളുടെ എല്ലാ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അച്ഛനൊക്കെ സുഖമായി വരട്ടെ. എന്നിട്ട് മാളനും വാവയെ കൊണ്ട് ഞാനൊരു എവിടേക്കെങ്കിലും അടുത്തേക്കൊരു ട്രിപ്പ് ഞാനും എൻ്റെ കുട്ടികളും കൂടി പോകും കേട്ടോ. ഞാൻ അവരെ കൊണ്ടുപോകും, അത് ഉറപ്പാണ്. ഞങ്ങളുടെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ എറണാകുളത്ത് പോയിട്ട് കുട്ടികളെയൊക്കെ മെട്രോയിലൊക്കെ കയറ്റിയിട്ട് കൊണ്ടുവരാൻ കുറേ ദിവസമായിട്ട് ഞങ്ങളങ്ങനെ വിചാരിക്കണതാണ്. പക്ഷേ എപ്പോഴും ഓരോരോ തടസ്സങ്ങൾ കാരണം പറ്റാറില്ല. പക്ഷേ ഇനി എന്തായാലും അടുത്ത ഡിസംബർ വെക്കേഷനാണെങ്കിൽ ഡിസംബർ വെക്കേഷനിൽ ഒരു ദിവസം ഉറപ്പായിട്ടും ഞാൻ മാളവിനും വാവയെക്കൊണ്ട് എറണാകുളം ടൗണൊക്കെ പോയി കറങ്ങി അടുത്ത സിറ്റിയൊക്കെ ഒന്ന് കാണിച്ചു വരും കേട്ടോ. ടീച്ചറും ഞാനും ഇവർ രണ്ടുപേരും കൂടി പോകും. ട്രെയിനിൽ മാളും മാവിയും ട്രെയിനിൽ കയറിയിട്ടില്ല, കിച്ചും ട്രെയിനിൽ കയറിയിട്ടില്ല കേട്ടോ. അപ്പോൾ അവരെ കൊണ്ട് ട്രെയിനിലൊക്കെ കയറ്റി ഞങ്ങൾ പോകാൻ വേണ്ടി കുറേ ദിവസം മുന്നേ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ അത് നടന്നില്ല. എന്നും അടുത്ത ആഴ്ച പോകണമെന്ന് വിചാരിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടാവും, അങ്ങനെ പോകാൻ പറ്റാറില്ല. അപ്പോൾ എന്തായാലും ക്രിസ്മസ് വെക്കേഷന് ദൈവം സഹായിച്ച് കുഴപ്പങ്ങളൊന്നുമില്ലെങ്കിൽ ക്രിസ്മസ് വെക്കേഷന് ഉറപ്പായിട്ട് സെറ്റാക്കും. മൂകാംബികയ്ക്ക് പോകണം. അതാണ് ഞങ്ങൾ ഇവിടെ എന്ത് പ്ലാൻ ചെയ്താലും നടക്കണില്ല ഗൈസ്. അതാണ് ഏറ്റവും വലിയ സങ്കടം. മൂകാംബികയ്ക്ക് പോകണമെന്ന് കഴിഞ്ഞ മാസം 24-ാം തീയതി പോകണമെന്ന് വിചാരിച്ചതാ. കഴിഞ്ഞ മാസം 24-ാം തീയതി കഴിഞ്ഞു, ഈ മാസമായി, ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. എൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോരോ വയ്യായ്കളൊക്കെ വരുമ്പോൾ നമുക്ക് പറ്റണില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഹോസ്പിറ്റലിൽ പോട്ടെ കേട്ടോ. ബൈ. അപ്പം ഞങ്ങൾ യാത്ര പോകുമ്പോൾ ബസ്സിലുള്ള ഡാൻസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഞാൻ സൗണ്ട് കുറച്ചാണ്, കോപ്പിറൈറ്റ് കിട്ടണ്ടെന്ന് പറഞ്ഞിട്ട് നല്ല ബഹളമായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ നന്നായി അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് പോണ ഒരു വീഡിയോ ആണ് കേട്ടോ. പിന്നെ അവിടുത്തെ കുറച്ച് ക്ലിപ്പുകളൊക്കെയാണ്, ബാക്കിയുള്ള ഞാൻ എൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അയാൾ വരുന്നു ലൈവ് ഇപ്പൊന്നുമില്ല, ലൈവൊക്കെ ഉണ്ടായി. ഞങ്ങൾ കൊടൈക്കനാലെത്തി. ഞങ്ങളുടെ തല കുളിക്കണ്ട റൂമും കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ. ഭയങ്കര തണുപ്പാണ് ഗൈസ്, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആകലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ചായ കുടിക്കണം. പിന്നെ ഇനി വേറെ വണ്ടിയിലാണ് പോണത്. ഞങ്ങളുടെ വണ്ടി അവിടേക്ക് പോവില്ല, ബസ്സായതുകൊണ്ട്. പിന്നെ വേറെ വണ്ടിയിലാണ് പോകുന്നത് കേട്ടോ.
ഇല്ല